എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു സീരിയലിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്ന സമയമായിരിക്കും അല്ലേ ചേച്ചി? വേറെ അധികം സീരിയലൊന്നും ഇല്ല. ഈ 3.5 വർഷം എങ്ങനെയായിരുന്നു? എത്ര എപ്പിസോഡ് പോയിരുന്നത്? എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 1000-ൽ കൂടുതൽ പോയി. 1500 പുറത്ത് പോയി കാണും. കാര്യം അത്രയില്ല. 1000 എപ്പിസോഡുകളാണ് എന്തായാലും 1000+ എന്തായാലും ഉണ്ടല്ലേ. നമ്മള് വിഷമങ്ങളുണ്ടെങ്കിലും എങ്ങനെയാ ചേച്ചി ചിരിച്ചോണ്ട് അഭിനയിക്കുന്നത്? അതൊരു ആർട്ടിസ്റ്റിന്റെ കഴിവാണ് എങ്കിൽ പോലും. ഇപ്പൊ പണ്ട് മുതലേ നമ്മള് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്ത് അപ്പം നമ്മുടെ മൂഡ് എന്താണെന്നുള്ളതൊന്നും ഓഡിയൻസ് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അതങ്ങനെ ആയിരിക്കാം. അപ്പൊ സ്റ്റേജിൽ പെർഫോം ചെയ്ത് നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകണതാണ്. ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അറിയാതെ ചിരി വന്നു പോകും. കാര്യം എത്രയോ വർഷമല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടോ? അതോ 20 വർഷം 20 years പ്ലസ് ആയിട്ടുണ്ടോ ഇൻഡസ്ട്രിയിൽ വന്നു? അല്ല, ടോട്ടല് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഫിലിമല്ല, മൊത്തത്തിൽ നമ്മുടെ കലാരംഗത്തേക്ക് വന്നിട്ട് 30 years. കുറച്ച് ചേച്ചിയുടെ വയസ്സ് പറയാതിരിക്കാൻ വേണ്ടി കുറപ്പ് ചെയ്തു. 30+ ആയിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ആഘോഷങ്ങൾ 25 yearsലെ ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, നിങ്ങളൊക്കെ വന്ന് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വർഷമായി അല്ലേ. ആലോചിക്കാറില്ല നമ്മള് ജീവിച്ചങ്ങ് പോവാ. എത്ര സീരിയലായി, എത്ര സിനിമയാന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഇങ്ങനെ കണക്കെഴുതി വെക്കാറില്ലല്ലോ. ഇപ്പൊ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. പക്ഷേ അന്ന് ഓരോ സിനിമയും കഴിയുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ കഴിയുമ്പോൾ പേര് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടേണ്ടതായിരുന്നു എന്ന് എനിക്കൊന്ന് 75 അല്ലെന്ന് തോന്നുന്നു. 80+ ആയിട്ട് 80-90 ഒക്കെ ഒരുപാടുണ്ട് സീരിയൽസ് അല്ലേ. എനിക്ക് 4 വർഷം മുമ്പുള്ളതിനകത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 90+ 100 ആയി കാണാം സീരിയൽസ്. എന്തായാലും മേ ബി. ഈ ടാറ്റു കൊള്ളാം. അത് എന്താണ് ചേച്ചി? അതിനകത്ത് എന്താണ് ഓരോ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായത് അത് ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. ഒന്ന് പറയാമോ എന്താണ്? ഇത് താമര പോസിറ്റിവിറ്റി എനർജി, ഇത് സൂര്യൻ ചന്ദ്രൻ, ഇത് പോസിറ്റീവ് എനർജിയും കാംനെസ്. ഇത് അമ്മയും കുഞ്ഞും. അതൊരു സ്വീറ്റ്നെസ് അല്ലേ, നമുക്കൊരു കെയറിംഗ് പാമ്പറിംഗ്. ഇത് ലിബ്രാന്റെ സൈനാണ്. പിന്നെ ഇത് ട്രയാങ്കിൾ, അത് എനർജിയാണ്. ഇത് ഫുൾ എനർജി പാക്കാണ് വെച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ എനർജി എല്ലാം ഇരിക്കുക? ഇപ്പൊ ലൈഫ് എങ്ങനെയാണ് ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ലൈഫ് അങ്ങനെ പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഫുൾ ബിസി ആയിട്ടിരിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഓഫ്കോഴ്സ് അഭിനയമുണ്ട്. എൻഗേജ്ഡ് ആവാൻ നോക്കുന്നുണ്ട് മാക്സിമം അല്ലേ? എൻഗേജ്ഡ് ആണ് ഇപ്പോൾ അഭിനയമുണ്ട്. പിന്നെ ഇവിടെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദി സീരിയൽസും സിനിമാസ് അതിൻ്റെ സ്റ്റോറി ഡബിങ്ങുള്ള സ്ക്രിപ്റ്റും പിന്നെ 1 ലൈൻ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ലാംഗ്വേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുതി പുതിയ രംഗത്തേക്ക് വരുന്നത് അല്ല, ഇതിപ്പോ വലിയ റിസ്ക് ഇല്ലാത്ത പണിയാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി. അതിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോന്ന് ഉദിത്തിരുന്ന് വരുന്നത്, ഓരോ കഥയൊക്കെ വരുന്നത് നമുക്ക് എഴുതാനായിട്ട്. അങ്ങനെ വരട്ടെ, അങ്ങനെ തീർച്ചയായിട്ടും വരണം. ഡയറക്ഷനിലൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ടെക്നിക്കലി ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയാറൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഒന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാറില്ല. അത് ആ ഫ്ലോയിൽ അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഈ ഫീൽഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ പ്രൊഫഷനായിട്ട് മാറിയത്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്തപ്പോഴൊക്കെ അങ്ങനെ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ജോലി ഇപ്പം ഇത് തന്നെയാണ്. അതെ, അപ്പൊ ദൈവം പറഞ്ഞു നീ കല തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തിരിച്ച് നമ്മളെ പിടിച്ചു വലിച്ച് ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ഡാൻസും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും കല, ഇത് കലയാണ്. ജോലിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡാൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ക്യാബിനകത്ത്, ഒരു AC ക്യാബിനകത്ത് ഒരു മാനേജർ പോസ്റ്റിംഗ് അല്ലെങ്കിൽ HR മാനേജറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനകത്തിരിക്കുന്ന ഒരു സുഖം കിട്ടുള്ളൂ. 1.5 lakhs അല്ലെങ്കിൽ 1 lakh സാലറി ഒക്കെ ഓക്കെ, നല്ല സാലറിയാണ്, സ്റ്റേബിൾ ആകാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ കിട്ടുന്നൊരു സുഖം അതിൽ കിട്ടുമോ? ഇല്ല, ഇത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഇപ്പോഴാണ് അത് മനസ്സിലാക്കി വരുന്നത്. നേരത്തെ ഒരു ഇൻകം സെക്യൂരിറ്റി എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ നമുക്ക് സാലറി കിട്ടുമ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ജോലി എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ വിട്ടിട്ട് പോകുന്നത്. അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഫാമിലിയും ഓഫീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എനിക്കത് പറ്റിയില്ല, ഒരുപാട് സ്ട്രെസ് തോന്നി. അപ്പൊ അങ്ങനെയാണ് ജോലി വിട്ടിട്ടിരുന്നപ്പോഴാണ് ഈ ട്രാൻസ്ലേഷൻ വർക്ക് വന്നത്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയതല്ലേ? അതെ. ഈ മകൾ എങ്ങനെയാണ്? അഭിനയത്തിനോടൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അവള് 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ എപ്പോഴും നമുക്കൊരു പ്രൊഫഷൻ, ഒരു കരിയർ വേറെ ഒരു ബാക്കപ്പ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണല്ലോ. പിന്നെ അവൾക്ക് ഡോക്ടർ ആവണം എന്നാണ് അവളുടെ ആഗ്രഹം. പണ്ട് മുതലേ ആ ഒരു ആഗ്രഹം വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഇനി എന്തായാലും ഇപ്പം ഈ ചേച്ചി പറഞ്ഞോളൂ ചേച്ചി എന്തോ പറയാൻ വന്നല്ലോ. അല്ല അപ്പൊ അത് ഡോക്ടറായി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കാം. അതെ പോട്ടെ. എന്തായാലും നമുക്കൊരു സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ജോബ് മസ്റ്റായിട്ടും എല്ലാ കലാകാരും സലീമേട്ടനൊക്കെ പറയാറുണ്ട്, സലീംകുമാറൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യം ഇത്. ഇന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻകം ഉള്ളത് വളരെ നല്ലതാണ്. സ്ത്രീകൾ നല്ല ഇപ്പൊ അഭിനയിക്കുന്ന പുരുഷന്മാർക്കും അതൊരു ആവശ്യമുള്ള കാര്യം. ഇതൊക്കെ ജോലിയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ ഇപ്പം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ചേച്ചിക്ക് ഇനി വരുന്ന, അതായത് കുറേ ക്യാരക്ടർ, ഇഷ്ടംപോലെ ക്യാരക്ടർ, പോലീസ് ഉദ്യോഗസ്ഥ വരെയുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ചെയ്യാനായിട്ട് ബാക്കിയുണ്ടോ? ഒരുപാട്. അമ്മൂമ്മ കഥാപാത്രം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പുരാണ സീരിയലില് കുറെ നാളായല്ലോ, കുറെ വർഷങ്ങളായിട്ടുള്ള, അതായത് ഈ പേടിപ്പിക്കുന്ന സീരിയലിലൊക്കെ വരുന്ന പോലത്തെ അല്ല, അതിലല്ലേ ഹൊറർ ആയിട്ടുള്ള, അല്ല ഓരോ എപ്പിസോഡിൽ ഓരോന്ന് വരുന്ന മാറി മാറി സിറ്റ്കോം പോലെ വരുന്നത് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് പേടിക്കാറുണ്ടോ കുട്ടികൾ ചേച്ചിയെ കാണുമ്പോൾ? ഇല്ല. തിരിച്ചറിയുന്നുണ്ടോ കുട്ടികൾ? കൊച്ചു കുട്ടികൾ, വലിയവരെന്തായാലും തിരിച്ചറിയും. ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് നമ്മൾ ടി വിയിൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ഇതിലൊന്ന് കണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ കാണിക്കില്ല. ഈ എനിക്കൊന്ന് അശോകേട്ടൻ, നമ്മുടെ സിനിമയുടെ അശോകേട്ടനും അതേപോലെ തന്നെ മനോജ് കെ ജയൻ, അവരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടുള്ള പിടക്കോഴി കോന്ന് നൂറ്റാണ്ട് പോലത്തെ സിനിമകളൊക്കെ കണ്ടു. എനിക്കൊന്ന് ആ കാലഘട്ടങ്ങളിൽ ചേച്ചി കുഞ്ഞാണ് എങ്കിൽ പോലും കുറച്ചുകൂടെ വളർന്നു വരുന്ന സമയത്ത് ഈ ചേച്ചി ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങൾ, ഇപ്പോൾ തന്നെ പ്രണയനിലാവിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ചും മുന്നേ ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും കഥാപാത്രം മുന്നേ വന്നിട്ടുണ്ടോ അതോ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് അങ്ങനെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് ഏറ്റെടുക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അതെ, ഇപ്പം നമുക്ക് പല സിറ്റുവേഷൻ ആയിരിക്കല്ലേ എടുക്കാൻ പറ്റാതെ വന്നത്. ഇപ്പം പഠിത്തം എങ്ങനെയുണ്ട് ചോദിക്കാം, കുട്ടിയുടെ പഠിത്തം എങ്ങനെയുണ്ട്? കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കിട്ടുന്ന സമയം അതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ ആരും നമുക്ക് പ്രഷർ തന്നെ പഠിപ്പിക്കുകയല്ലോ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് പഠിക്കണമെന്നുള്ള സ്വയബോധം. പിന്നെ ഇപ്പൊ ഡാൻസ് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ പഠിത്തം കൂടെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവിധ ഭാഗങ്ങളും ചേച്ചി സമയമായി അവിടെ. ചേച്ചി ലൊക്കേഷനിൽ നമ്മളെ കുറച്ച് സമയം നമ്മുടെ ഒപ്പം കൂടെ നമ്മുടെ മൂവികളുടെ വീഡിയോയിൽ മിനി സ്ക്രീനിൽ ഒപ്പം കൂടി വളരെ സന്തോഷം. പ്രേക്ഷകരോട് എന്താ പറയുക? പ്രേക്ഷകരോട് ഇത്രയും നാളും എന്നെ സ്ക്രീനിൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എവിടെ പോയാലും നിങ്ങളൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം.